തുലാവർഷത്തിൻ്റെ നിറവിൽ മലയാളി പ്രേക്ഷകരുടെ മനസ്സിലേക്ക് ഈറനുമായി കുളിരുമായി മമ്മൂക്കയുടെ പുത്തൻ ചിത്രം വർഷം. എന്നോടൊപ്പം വർഷത്തിൻ്റെ വിശേഷങ്ങൾ പങ്കുവയ്ക്കാൻ നമ്മുടെ പ്രിയപ്പെട്ട മമ്മൂക്ക, ഈ ചിത്രത്തിൻ്റെ സംവിധായകൻ രഞ്ജിത്ത് ശങ്കർ, നമ്മുടെ സ്വന്തം ആശാ ശരത്, JP ആൻഡ് പ്രജിത്ത്. അപ്പോൾ നമുക്ക് വർഷത്തിലേക്ക് കിടക്കാം. കൊടവന്നിട്ടുണ്ട്, കൊടയൊക്കെ ഞങ്ങൾ തയ്യാറാക്കി വെച്ചിരിക്കുകയാണ് നമുക്ക്. ഇപ്പോൾ വർഷത്തിന്റെ ഫസ്റ്റ് ട്രെയിലർ റിലീസായപ്പോൾ ശരിക്കും അതിൽ കണ്ട മമ്മൂക്കയുടെ മുഖത്തുള്ള ഭാവങ്ങൾ പ്രേക്ഷകർ ഒരുപാട് ആഗ്രഹിച്ച ഭാവങ്ങളാണത്. മലയാളി പ്രേക്ഷകരുടെ കണ്ണുകളിൽ ചെറുത് ഒരു ഈറനടിയിക്കുന്ന ഒരുപാട് മുഹൂർത്തങ്ങൾ ഈ സിനിമയിലുണ്ടെന്ന് ഈ ഒരു ട്രെയിലർ കാണുമ്പോൾ തോന്നുകയാണ്. അത് ഞങ്ങളൊരു തട്ടിപ്പാണ്. അത് യഥാർത്ഥത്തിൽ സിനിമ കണ്ട ആൾക്കാരോട് ചോദിച്ചാൽ ഞാൻ അതൊക്കെ ഇങ്ങനെ കണ്ണു നിറയുന്ന രംഗങ്ങളൊക്കെ വളരെ തുച്ഛമായിട്ടുള്ളൂ. അല്ലാത്ത രംഗങ്ങളാണ് ഈ സിനിമയിൽ കൂടുതൽ. പക്ഷെ നിങ്ങൾ ഈ പറഞ്ഞ പോലെ ഒരുപാട് കാലമായിട്ട് ആളുകൾ കരയുന്ന കാണാനുള്ള സന്തോഷം കരയുന്നത് അല്ല, അത് സന്തോഷ കണ്ണീരാണ്. കാരണം അത്ര ആ ഒരു കഥകളിലൂടെ നമുക്ക് ജീവിക്കാൻ പറ്റും. ആളുകൾ സങ്കടം കാണാൻ എത്രയിട്ടുള്ളൊരു പ്രേക്ഷകർ ഞാൻ കരയുന്നത് കാണാൻ വേണ്ടി കാത്തു നിൽക്കുകയാണല്ലോ അല്ലേ? അതെ, ശരിയല്ല. അതിന്റെ അല്ല, അത് കഥയുമായി അവർ അത്രത്തോളം ചേർന്ന് പോകുന്നത് കൊണ്ടും കഥാപാത്രമായിട്ട് അലിഞ്ഞു ചേരുന്നത് കൊണ്ടുമാണ്, കഥാപാത്രത്തിന്റെ മനസ്സ് അവർ ഉൾക്കൊള്ളുന്നതുകൊണ്ടാണ് ഈ കഥയിലെ കഥാപാത്രത്തിന്റെ വേദന സ്വയം വേദന, സ്വന്തം വേദനയായിട്ട് മാറുന്നതും അതങ്ങനെ ആയി പോകുന്നു. ഞാനിതൊരു തമാശ പറഞ്ഞു. വർഷത്തിനെ കുറിച്ച് ഞാനൊന്നും പറയുന്നില്ല. കാരണം നമ്മൾ ഈ പറഞ്ഞ പോലെ നമ്മളൊരു സിനിമ ഉണ്ടാക്കിയിരിക്കുകയാണ്. അത് ഇനിയിപ്പോൾ ആളുകൾ കണ്ടു, അഭിപ്രായങ്ങൾ വന്നു തുടങ്ങി. ഇനിയിപ്പോൾ അങ്ങനെ എന്താണ് ഇനിയിപ്പോൾ അതിനെപ്പറ്റിയുള്ള അവരുടെ ചർച്ചകളും അവരുടെ ഡിസ്കഷനും അവർ പരസ്പരം പറയുന്നതും അവർ എന്താ പറയുക കർണാകർണിയായി ഇതിന്റെ നന്മകളും തിന്മകളും പരക്കുന്ന ഒരു സമയത്തേക്കാണ് വരുന്നത്. ആ ഷോട്ട് ഓക്കെ ആയത് ഒരു 4 മണി 5 മണിക്കാണ്, 11 മണിക്ക് തുടങ്ങിയിട്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു ക്രൗഡ് വലിയ ഇഷ്യൂ ആണ് മമ്മൂക്കനെ പോലെ ആക്ടർ അഭിനയിക്കുമ്പോൾ. അപ്പോൾ നമ്മുടെ കോൺഫിഡൻസ് ലെവൽ ഒരു ദിവസം പോയിരുന്നു. അപ്പം വൈകിട്ടാണ് നമ്മൾ കഥ പറയുന്നത്. അപ്പോൾ കഥ പറഞ്ഞിട്ട് നമുക്ക് കഥ കേട്ടിട്ട് നമുക്ക് പറഞ്ഞു സ്ക്രിപ്റ്റ് കേട്ട് നന്നായിട്ടുണ്ട്, അപ്പോൾ ആർക്ക് സംവിധാനം ചെയ്യാൻ പറ്റും? അപ്പോൾ ഞാൻ പറഞ്ഞു ഒറ്റ ആൾക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാൻ തന്നെയാണ്. പറഞ്ഞിട്ടില്ല. അതെ, ആശ അതിലോട്ട് വരികയും പക്ഷെ നമ്മൾ പ്രതീക്ഷിച്ച അത്ര തന്നെ നന്നായി ആശ ചെയ്തു. അഭിനയിക്കേണ്ടി വന്നു ആശ ചേച്ചി. ശരിക്കും ഇവരെ അറിയപ്പെടുന്ന ഒരു കുശുംബിയാണോ? അതുകൊണ്ടാണോ അഭിനയിക്കേണ്ടി വന്നത്? ഇപ്പൊ മനസ്സിലായത്. ജീവിതത്തിലെ കുശുംബിയാണോ എന്നാണ് ചോദിച്ചത്. അയ്യോ, അങ്ങനെ ഞാൻ ഒരിക്കലും അങ്ങനെ പറയില്ല കേട്ടോ. നമ്മളോടൊന്നും കുശുംബം ഉണ്ടാകുമ്പോൾ കാണേണ്ട കാര്യമില്ല. അങ്ങനെ കുശുംബിയല്ല, എന്നാലും ചിലപ്പോ ഉണ്ടാവില്ലേ? അത് തന്നെയാണ് മനുഷ്യർക്കുള്ളത്. ആ സാധാരണ മനുഷ്യർക്കുള്ള കുശുമ്പും കുന്നായ്മയേ ഉള്ളൂ നമ്മുടെ നന്ദിനിക്ക്. ഭയങ്കരമായിട്ടുള്ള ഒരു കുശുംബിയൊന്നുമല്ല, കുഞ്ഞു പൊസസീവ്നെസ് അങ്ങനത്തെയൊക്കെ ഉള്ളൊരു സാധാരണ സ്ത്രീ, കുട്ടി അത്രേ ഉള്ളൂ, നമ്മളിലൊക്കെ ഉള്ളൊരു സ്ത്രീ. പിന്നെ ആശയെ കൂടുതൽ പരിചയപ്പെട്ടപ്പോൾ ആശയ്ക്ക് ക്യാരക്ടറുമായിട്ട് കുറെ സമയങ്ങളുണ്ട്. വെരി ഗുഡ് മദർ അന്നുള്ളതൊക്കെ ഒരുപാട് കാര്യങ്ങൾ അങ്ങനെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് എന്നാണ് എനിക്ക് പിന്നീട് തോന്നി. ശരിക്കും കേക്കട്ടെ പ്രേക്ഷകരല്ലേ? പ്രധാനമന്ത്രി സംവിധായകന്റെ ഈ ചിരി തന്നെയാണ്. കാലത്തെ വന്ന് സംവിധാനം ചിരിക്കും. പിന്നെ ഇവനെ പോലത്തെ ചില മീശയില്ലാത്ത ചെക്കന്മാരും നീ എന്താ അതേ എപ്പോഴും കയറി പിടിക്കുന്നു. നീ എന്താ മീശ പിടിക്കുന്ന എനിക്ക് ഈ സിനിമയിൽ മീശ മുളയ്ക്കാത്തൊരു ചെക്കനായിട്ടാണ് ഈ സിനിമയിൽ അഭിനയിക്കുന്നത്. നിങ്ങൾക്ക് എന്തിനാ മീശ പിടിക്കേണ്ട ആവശ്യം? ആരും പത്ത് സോഷ്യൽ ലൈഫിനെ പറ്റി ഇതുണ്ട്. ഭാര്യയും ഭർത്താവും തമ്മിൽ വഴക്കുണ്ടാവും, അങ്ങോട്ടും ഇങ്ങോട്ടും യോഗ ക്ലാഷ് ഉണ്ട്, ഭാര്യയുടെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന അടി എന്നൊക്കെ ചോദിക്കുന്ന ആ ചീപ്നെസ് ഒക്കെ ഇയാൾക്കുണ്ട്. എന്നാ നിങ്ങളുടെ വീട്ടിൽ നിന്ന് എനിക്ക് വേറെ എത്ര നല്ല ചേക്കന്മാരാണെന്ന് പറയുന്ന ഭാര്യ, അങ്ങനെയൊക്കെ ഉണ്ട്. അങ്ങനെയുള്ള മനുഷ്യരുടെ ജീവിതത്തിൽ ഉണ്ടാകാവുന്ന മാറ്റങ്ങളാണ് ഈ സിനിമ. റിയൽ ലൈഫ് തന്നെയാണ്. അതാ നീ ഇവിടെ നിന്ന് നിന്റെ വീട്ടിൽ 10 പൈസയില്ല ഞാൻ എത്ര ഉണ്ടാക്കില്ല എന്നൊക്കെ ചോദിക്കുന്നുണ്ടായാലും. അപ്പൊ അവര് പറയുന്നുണ്ട് നിങ്ങളെക്കാൾ എത്ര നല്ല ചേക്കന്മാർ എനിക്ക് വീട്ടിൽ നിന്നാണ് നിങ്ങൾ എന്റെ കുട്ടാകത്ത്. അങ്ങനെയൊക്കെയുള്ള ഭാര്യയും ഭർത്താവാണിത്. പിന്നെ അപ്പുറത്തെ സ്ത്രീയെ പറ്റി പറയുന്നുണ്ട്, അവൾക്ക് എന്താണ് ഒരു കുശുമ്പ്, അവൾക്ക് എന്താ ഇവിടെ ജാട, എനിക്ക് അവളെ കണ്ടുകൂടാ, അങ്ങനെ പറയുന്നില്ല. ഭയങ്കര അങ്ങനെയുള്ള സ്ത്രീ, ആ സ്ത്രീയാണ് അതിനപ്പുറം. അവരാണെങ്കിൽ എന്തുണ്ടെങ്കിൽ ഇങ്ങനെ കാണിക്കണമെങ്കിൽ എൻ്റെ മറ്റേ കേണലെങ്കിൾ വരും, മറ്റതെങ്കിൾ വരും എന്നൊക്കെ പറയുന്ന അങ്ങനത്തെ സ്ത്രീകൾ.